ഹായ് കുട്ടികളെ, ഇന്ന് നമുക്ക് ലസാഗുവിൻ്റെ കുറച്ച് പ്രോബ്ലങ്ങൾ ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കാം. ടൈൽ പതിച്ച തറയിൽ കളിക്കുകയാണ് മീനുവും ആഷിയും. തറയുടെ ഒരറ്റത്ത് നിന്ന് രണ്ടാമത്തെ ടൈലിലും മീനു ഓരോ മഞ്ചാടിക്കുരു വെച്ചു. ആഷ ഓരോ മൂന്നാമത്തെ ടൈലിലും ഓരോ വളയും വെച്ചു. എങ്കിൽ മഞ്ചാടിയും വളയും ഒരുമിച്ച് വച്ചിട്ടുള്ള ആദ്യത്തെ ടൈൽ ഏതായിരിക്കും? തുടർന്നുള്ള ടൈലുകളും എങ്ങനെയാണ് ഒരുമിച്ച് ഈ രണ്ട് വസ്തുക്കളും ടൈലിൽ വരുന്നത് ഏത് സമയത്താണെന്ന് കണ്ടുപിടിക്കണം. ഏതെല്ലാം ടൈലിലാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ പ്രകാരം ടൈലുകൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കുട്ടി വെച്ചിരിക്കുന്ന മഞ്ചാടിക്കുരു രണ്ടാമത്തെ ടൈലുകളിൽ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത് അല്ലേ? രണ്ടാമത്തെ ടൈലിൽ വരുന്ന വിധത്തിൽ ഇങ്ങനെ വയ്ക്കുന്നു. അപ്പോൾ അടുത്ത കുട്ടി എങ്ങനെ പറഞ്ഞു? മൂന്നാമത്തെ ടൈലുകളിൽ വള എങ്ങനെ വയ്ക്കുന്നു? 1 2 3 അല്ലേ? അടുത്ത 1 2 3 വള വയ്ക്കുന്നു. അപ്പോൾ ഫസ്റ്റ് എന്താണ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി എവിടെയാണ് ഒരുമിച്ച് വരുന്നത്. അതായത് 6ാമത്തെ ടൈലിലാണ് വളയും മഞ്ചാടിക്കുരുവും ഒരുമിച്ച് വരുന്നത്. അതായത് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് 2ാമത്തെ ടൈലെന്ന് ഉദ്ദേശിക്കുമ്പോൾ 2 എന്ന നമ്പറിൻ്റെ ഗുണിതങ്ങൾ നമ്മൾ എഴുതി നോക്കുക. 2ൽ വന്നു, പിന്നെ വരുന്നത് എവിടെയാണ്? 4ലാണ് വന്നത്. അടുത്തത് 2ൻ്റെ ഗുണിതം 6ൽ വന്നു, ഇനി അടുത്തത് 8 ആവും. അങ്ങനെ പോവും അല്ലേ? അപ്പോൾ അടുത്തത് വള വെച്ചത് 3ാമത്തെ ടൈലിൽ, അതായത് 3ൽ വന്നു, പിന്നെ 1 2 3 6ലാണ് വരുന്നത്. അടുത്തത് എവിടെയായിരിക്കും? 7 8 9 വരിക. അതായത് 3ൻ്റെ ഗുണിതങ്ങളും എഴുതാം. അപ്പോൾ ആദ്യത്തെ, അതായത് ലസാഗു എന്ന് പറയുന്ന സംഖ്യയിലാണ് അല്ലെങ്കിൽ LCM എന്ന ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന ആ സംഖ്യയിലാണ് എന്ത് വരുന്നത്? രണ്ടും ഒരുമിച്ച് വരുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാര്യം മനസ്സിലായോ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ രണ്ടും ഒരുമിച്ച് വരുന്നത് എവിടെയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലെ ആ സംഖ്യകളുടെ ഏതാപ്പോൾ ഇവിടെ വന്ന് 2ാമത്തെ ടൈലെന്ന് പറയുന്നത് 2 എന്ന സംഖ്യ, 3ാമത്തെ ടൈലെന്ന് പറയുമ്പോൾ 3 എന്ന സംഖ്യ. ഈ 2 സംഖ്യകളുടെയും LCM ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, രണ്ടും ഒരുമിച്ച് എവിടെ വരും? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? ഏത് സംഖ്യകളാണോ തന്നത് അവയുടെ LCM ആണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, ഇവിടെ 2 3 തന്നതുകൊണ്ട് 2ൻ്റെയും 3ൻ്റെയും LCM 6 കിട്ടി. ഇനിയും വരും കോമൺ മൾട്ടിപ്പിൾസ് ഇല്ലേ? പൊതുഗുണിതങ്ങൾ ഇനിയും വരും. നോക്കാം. 2 4 6 8, അടുത്തത് ഏതാണ്? 10 12 ഇങ്ങനെ പോകും. ഇവിടെയാണെങ്കിൽ അതേപോലെ തന്നെ 2 1 3 3 2 3 6 3 3 9 4 3 12. അടുത്തത് ഒരുമിച്ച് വരുന്നത് അപ്പോൾ 12ലാണെന്ന് പറയാം. അപ്പോൾ പൊതുഗുണിതങ്ങളാണ് ഒരുമിച്ച് വരുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള സമചതുര കട്ടകളും 9 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള സമചതുര കട്ടകളും 2 വേറെ വേറെ അട്ടകളിലായി ക്രമീകരിക്കുകയാണ്. ഓക്കെ അല്ലേ? ഒന്നാമത് പറയുന്നു 4 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള സമചതുര കട്ടകൾ, പിന്നെ മറ്റൊന്നിൽ 9 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള സമചതുര കട്ടകൾ. അപ്പോൾ സംഖ്യകൾ ഏതാണെന്ന് നമുക്ക് മനസ്സിലായി, 4 9. ഇനി നോക്കുക, ക്വസ്റ്റ്യൻ നോക്കുകയാണ്. എന്താ വരുന്നത്? 2 അട്ടകളുടെ പൊക്കം ഒരുപോലെയാകുന്നത് എപ്പോഴാണ്? അതായത് ഈ 2 സംഖ്യയുടെയും എന്ത് കാണണം? പൊതുവായിട്ടുള്ള ഗുണിതം കണ്ടെത്തണം. ആദ്യമായിട്ട് ഒരുമിച്ച് വരുന്നത് എപ്പോഴാണെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആദ്യത്തെ LCM അല്ല, ആദ്യത്തെ പൊതുഗുണിതം, അതായത് ആദ്യത്തെ കോമൺ മൾട്ടിപ്പിൾ ഏതെന്ന് നമ്മൾ കണ്ടെത്തണം. ഉദ്ദേശിക്കുന്നത് എന്താണ്? LCM കാണാൻ അല്ലെങ്കിൽ ലസാഗു കണ്ടെത്താനാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ അതായത് ഏറ്റവും കുറഞ്ഞ ഉയരം എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ എന്താണ്? ഏറ്റവും ആദ്യത്തെ പൊതുഗുണിതം കണ്ടെത്തുക എന്നതാണ്. അതായത് LCM ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സംഖ്യകൾ എന്ന് പറയുന്നത് 4 9 അല്ലേ? അപ്പോൾ 4ൻ്റെ ഗുണിതങ്ങൾ എഴുതാം. എന്നിട്ട് അതിൽ നിന്ന് പൊതുഗുണിതം കണ്ടുപിടിക്കാം. അതായത് കോമൺ മൾട്ടിപ്പിൾസ് എഴുതുക,
4ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതുക, എന്നിട്ട് അതിൻ്റെ കോമൺ മൾട്ടിപ്പിൾസ് കണ്ടുപിടിക്കാം. അതിൽ ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിളാണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ LCM. മലയാളത്തിൽ പറയുന്നത് ലഘു സാധാരണ ഗുണിതം അല്ലെങ്കിൽ ലസാഗു. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടെത്തുകയാണ്. 4ൻ്റെത് ഒരു 4 4 2 4 8 3 4 12 4 4 16 5 4 20. ഇവിടെ നിർത്തി കേട്ടോ. ഇനി എഴുതാണ്. പിന്നെ 9 ആണെങ്കിൽ 1 9 9 2 9 18 3 9 27 4 9 36 5 9 45. നമുക്ക് ഈ 4ൻ്റെ ഒന്നും കൂടെ കൂടുതൽ എഴുതി നോക്കാം. 5 4 20 എഴുതി. 6 4 24 7 4 28 8 4 32 9 4 36. ഓക്കെ, ഇപ്പോൾ കിട്ടിയില്ലേ 36 അല്ലേ? ഈ 36 എന്ന സംഖ്യയാണ് നമുക്ക് പൊതുവായിട്ട് കിട്ടിയത്. അപ്പോൾ ആദ്യം എന്താ എഴുതിയത്? 4 എന്ന സംഖ്യയുടെ ഗുണിതങ്ങൾ ഇങ്ങനെ എഴുതി. അപ്പോൾ കിട്ടുന്നത് വരെ എഴുതിയിട്ടോ. ഇത് വലിയ സംഖ്യ ആയതുകൊണ്ട് ഇതിൻ്റെ പെട്ടെന്ന് നമുക്കൊരു എത്തിയത് 9 18 27 36 എത്തിയല്ലോ. അപ്പോൾ 36 എന്ന സംഖ്യ നമുക്ക് ആദ്യമായിട്ട് പൊതുവായി വരുന്ന ഗുണിതം അല്ലേ? അതാണ് ഇത്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഏതാണ്? 4ൻ്റെയും 9ൻ്റെയും 36 അല്ലെങ്കിൽ ലഘു സാധാരണ ഗുണിതം 36 എന്ന് പറയാം. അപ്പോൾ നമുക്ക് പറയാൻ കഴിയും ഈ 4 സെൻറ്റിമീറ്റർ വശമുള്ള ചതുരക്കട്ടയും 9 സെൻറ്റിമീറ്റർ വശമുള്ള ചതുരക്കട്ടയും ഇങ്ങനെ വെച്ച് പൊക്കി ഇങ്ങനെ വരികയല്ലേ? അങ്ങനെ വന്നപ്പോൾ ഇത് 4 സെൻറ്റിമീറ്റർ, ഇത് 9 സെൻറ്റിമീറ്റർ എന്ന് വിചാരിക്കാം. രണ്ടും ഇങ്ങനെ വന്ന് ഒപ്പം വരുന്നത് എത്ര സെൻറ്റിമീറ്റർ ആകുമ്പോഴാണ്? 36 സെൻറ്റിമീറ്റർ ആകുമ്പോഴാണ്. തറയിൽ നിന്ന് 36 സെൻറ്റിമീറ്റർ ആകുമ്പോൾ രണ്ടും ഒരുമിച്ച് വരുമെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. തന്ന സംഖ്യകളുടെ ഗുണിതം എഴുതുക. പൊതുവായിട്ട് വരുന്ന ഗുണിതം നോക്കിയിട്ട് ഉത്തരം എഴുതുക.